a good movie. And thank you, Nidhin Manuel Thomas and Jairam Etan ki jai. Thank you. എക്സ്പീരിയൻസ് ഉണ്ടോ? തിയേറ്റർ എക്സ്പീരിയൻസ് റെക്കമെൻഡ് ചെയ്യാം. നല്ല രീതിക്ക് അഞ്ചാം പാതിര റേഞ്ച് ഒക്കെ വരുന്നത് നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടെ എക്സ്പെക്ടേഷൻ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. മാക്സിമം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ. ഇമോഷണൽ ഡ്രാമ എന്നും കൂടെ പറഞ്ഞല്ലോ, അതൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ടോ? എല്ലാം കൂടെ മിക്സഡ് ആക്കിയിട്ട് ഒരു ത്രില്ലിംഗ് പടമായിരുന്നു നമുക്ക് മുന്നിൽ തന്നിരിക്കുന്നത്. പടം തന്നെ. ജയറാമിൻ്റെ ഒരു തിരിച്ചുവരവും കൂടെ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. ഒരു 50 കോടിയൊക്കെ അടിക്കുന്നു തോന്നുന്നു. അതിന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ആൾക്കാരുടെ ഓരോരുത്തരുടെ ചിന്താഗതികൾ ഓരോരുത്തർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ. പലരും പല രീതിക്ക് കാണുന്ന അവരവരുടെ അഭിപ്രായം പറയുന്നത് അതിനനുസരിച്ച് വന്ന് കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടാമെന്നാണ് എൻ്റെ മനസ്സിൽ പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല രീതിക്ക് പടം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പടമാണ്. തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണ്. എല്ലാവരും വരിക, കാണുക. ഓക്കെ, അഞ്ചാം പാതിരയുടെ ഒക്കെ റേഞ്ച് വരുന്നുണ്ടോ? അഞ്ചാം പാതിരയുടെ റേഞ്ച് ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് എന്താ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ക്യൂരിയോസിറ്റി ഫീൽ ഉണ്ട്. പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിലൊരു ഉണ്ട്. അഞ്ചാം പാതിരയുടെ ഒക്കെ റിതം പിടിക്കുന്നുണ്ട്, ചെയ്തു വെക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ DOP ഒക്കെ എങ്ങനെയുണ്ട്? ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല വിജയം ഒക്കെ അടിപൊളി തന്നെ ഫീൽ കിട്ടുന്നുണ്ട്. നല്ലൊരു സിഗ്നേച്ചർ ഉണ്ട്. എൻഗേജ് ചെയ്യിക്കുന്നു 2.5 മണിക്കൂർ. സെക്കൻഡ് ഹാഫിൽ ഒരു ലവ് സ്ട്രാറ്റജി പറയുന്നൊരു ഒരു ലവ് ട്രാക്ക് പറയുന്നുണ്ട്. അവിടെ ഒരു ചെറിയൊരു ഡിലേ കണക്ക് ഫീൽ ചെയ്തു. എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ്. എനിക്കൊന്ന് എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് തോന്നുന്നു. തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് കൈയടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻട്രോ ഒക്കെ പൊളി. എനിക്കൊന്ന് ഈ ജയറാമിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ജയറാം ഹെൽമുട്സിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇത് പറയുന്നുണ്ട്, ഒരു സാധനം മമ്മൂട്ടി വരണമെങ്കിൽ അവിടെ ഒരു തീ ഉണ്ടാകണമെന്നൊരു സാധനം ഒരു വാക്കുണ്ടല്ലേ, അത് ആക്ച്വലി ജയറാം പറഞ്ഞ സാധനം ഉണ്ട്. ഒരു ബൂം ബാങ് അടിച്ചിട്ടുണ്ട്. മമ്മൂട്ടി വരും നമുക്കൊരു ഫീൽ കിട്ടുന്നുണ്ട്. കൊള്ളായിരുന്നു, നല്ല എക്സ്പീരിയൻസ്. ഇതൊന്ന് അത്യാവശ്യം നല്ലൊരു റീച്ച് കിട്ടുമെന്നാണ് ഫിലിം. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. ജയറാമിന്റെ ഗംഭീര തിരിച്ചുവരവാണ്. ഉറപ്പായിട്ടും ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഒരു ഇവൻ സ്റ്റോറി തന്നെയാണ്. പിന്നെ അതിൻ്റെ അത് സാധാരണ കാണുന്ന ഈ സൈക്കോപാത്ത് എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ഒരു മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സായികുമാർ, ജഗദീഷ് ഉണ്ട്. പിന്നെ ഒരു സർപ്രൈസ് ആക്ച്വലി പുള്ളിയുടെ കാണാൻ വന്നു. അതെന്തായാലും സാറ്റിസ്ഫൈഡാണ്. പുള്ളിയുടെ ഇൻട്രോ തന്നെ നൈസായി. 10 മിനിറ്റേ ഉള്ളൂ. ഇല്ലില്ല, അത്യാവശ്യം റോളുണ്ട്. അങ്ങനെ പറയുന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള റോള് തന്നെ. ഓക്കെ, താങ്ക് യു. ജയറാമൻ നന്നായിട്ടുണ്ട്, നല്ല കണ്ടിരിക്കാം. ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. DOP തനീഷ് എല്ലാം നല്ല. ഇതിന്റെ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ കൊള്ളാം. ബെറ്റർ ആയിട്ട് തോന്നുന്നു. പുള്ളിയുടെ ജാമ്പാതിരെ പ്രതീക്ഷ ആരും വരണ്ട. പക്ഷെ നല്ല പടമാണ്. അത്യാവശ്യം കണ്ടിരിക്കും. നല്ല പടം. എൻഗേജിംഗ് ആണ്. ഗസ്റ്റ് റോളായിട്ട് വരുന്നുണ്ട്. പിന്നെ ജഗദീഷൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അനശ്വര രാജൻ ഉണ്ടായിരുന്നല്ലോ. അനശ്വര രാജൻ സ്ക്രീൻ പ്രസൻസ് അവർക്കായിരുന്നു കൂടുതൽ. പിന്നെ എസ്പെഷ്യലി ക്ലൈമാക്സ് എന്ന് പറയുന്ന ക്ലൈമാക്സിൽ ഞാനത് പറയുന്നില്ല, കാരണം തീർച്ചയായിട്ടും റിവ്യൂ ആയതുകൊണ്ട്. ക്ലൈമാക്സിൽ ജയറാമേണ്ട ഒരു ജസ്റ്റ് ഒരു 1 ഷോട്ട് ഉണ്ട്. ആ ഷോട്ടിൽ നമ്മൾ വി ആർ എക്സ്പെക്ടിങ് ഫോർ ദ സെക്കൻഡ് പാർട്ട്. ഡെഫിനറ്റ്ലി വി ആർ എക്സ്പെക്ടിങ് ഫോർ ദ സെക്കൻഡ് പാർട്ട്. ഈ മൂവി ഫസ്റ്റ് പാർട്ട് കണ്ടവർ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി പൈസ കൊടുത്ത് തിയേറ്ററിൽ വന്ന് കണ്ടിട്ടിരിക്കും സെക്കൻഡ് പാർട്ട്. ഡെഫിനറ്റ്ലി വി ആർ വെയിറ്റിംഗ് ഫോർ എബ്രഹാം ഹൗസിലെ സെക്കൻഡ് പാർട്ട്. 2024 ബ്ലോക്ക് ബസ്റ്റർ തീർച്ചയായിട്ടും നിതിൻ മാനുവൽ തോമസിന്റെ ആ ഒരു കണക്ഷൻ, സ്ക്രീൻ പ്ലേ ഇസ് എവറിത്തിങ് ഇസ് ഗുഡ്. ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ കുറച്ച് ഇൻവോൾവ് ആയിട്ടിരുന്ന് കാണും. നമ്മളിപ്പോൾ ഇന്റർവെല്ലിന് പോയി കുറച്ച് ഡിലേ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ ആ ഇൻവോൾവ് ആയിട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് മൂവി. ആൻഡ് താങ്ക് യു, നിതിൻ മാനുവൽ തോമസ് ആൻഡ് ജയറാം എട്ടൻ കി ജെ. താങ്ക് യു.